വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെനിഫിറ്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച്. അപ്പൊ സിസ്റ്റം അപ്രോച്ച് എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കുക. അതിന്റെ ബെനിഫിറ്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് എന്താണ്? അസസ്മെന്റ് capability എങ്ങനെയാണ്? It built a careful assessment capabilities in managers where they evaluate the effects and their actions. അപ്പൊ ഈ സിസ്റ്റം അപ്രോച്ച് പ്രകാരം ഓരോ മാനേജേഴ്സിന്റെയും കാപ്പബിലിറ്റി പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? അസസ്മെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് സിസ്റ്റം അപ്രോച്ചിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മാനേജേഴ്സ് ഓർഗനൈസേഷൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അവരുടെ കാപ്പബിലിറ്റി ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ പറയുന്നു, റീസണബിൾ ഡിസിഷൻ. ഒരു സിസ്റ്റം അപ്രോച്ച് വഴി ഒരു ഓർഗനൈസേഷന് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ചാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദ ഡിസിഷൻസ് ആർ ഫോംഡ് considering every aspect of the organization instead of just a technical like scientific management. അതായത് നമുക്ക് ഒരു ഓർഗനൈസേഷന് അകത്ത് ഒരു ഡിസിഷൻ ടേക്കിംഗ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ആസ്പെക്റ്റും കൺസിഡർ ചെയ്തുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഏത് വഴിയാണ്? സിസ്റ്റം അപ്രോച്ച് വഴി പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അസസ്മെന്റ് കാപ്പബിലിറ്റി, നെക്സ്റ്റ് റീസണബിൾ ഡിസിഷൻ ആൻഡ് മെയിൻറ്റെയിൻസ് ബാലൻസ്. It try to maintain a good balance between the needs of various parts and organization goals. അപ്പോൾ ഓർഗനൈസേഷൻ ഗോൾസ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് വേരിയസ് പാർട്സിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ, ഓർഗനൈസേഷന്റെ പല പല സെക്ടറിൽ നിന്നുള്ള ആവശ്യങ്ങളെ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോവാൻ സിസ്റ്റം അപ്രോച്ച് സഹായിക്കുന്നത്. നമുക്കറിയാം, സിസ്റ്റം അപ്രോച്ച് പ്രകാരം ഓർഗനൈസേഷനെ ഡിഫറെന്റ് സബ് സിസ്റ്റം ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡിഫറെന്റ് സബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാർട്സ് ആണ്. അതിന്റെ എല്ലാത്തിന്റെയും നീഡ്സ് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സിസ്റ്റം അപ്രോച്ച് സഹായിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ സിസ്റ്റം അപ്രോച്ച് വഴി വളരെ പെട്ടെന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമാകുന്നു എന്നുള്ളത് അതിന്റെ മറ്റൊരു ഫീച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം 5 മാർക്സിന്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത് നമ്മൾ പറയുന്നു, ദ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയോ അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് നോക്കാം. ഫോർമുലേഷൻ ഓഫ് സൗണ്ട് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. നല്ലൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ, സൗണ്ട് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഒരു ഫങ്ഷൻ ആണ്. അടുത്ത് പറയുന്നു, ഡിസൈഡിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, എത്രയാണ് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്, അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് വരാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റിനെ, ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് പോവുക. എങ്ങനെ മാനേജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കണം, എത്രമാത്രം പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എത്രയെങ്കിലും പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. റിവ്യൂ ആൻഡ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് റിവ്യൂ ചെയ്യുക, അതിന് വേണ്ടുന്ന സമയത്തുള്ള അപ്രൈസലൊക്കെ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ആൻഡ് അപ്പോയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആൻഡ് കീ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയൊക്കെ എന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതും ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് നോക്കാം. ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അടുത്ത് പറയുന്നത്, റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദ ഓപ്പറേഷണൽ ലെവൽ പ്ലാൻസ്. ഓപ്പറേഷണൽ ലെവൽ പ്ലാൻസ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ എന്താണ്? ഫംഗ്ഷൻ ആണ്. ഓപ്പറേറ്റിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള പ്ലാൻസ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. അടുത്ത് പറയുന്നത്, ക്രിയേറ്റ്സ് കോൺഫിഡൻസ് എമംഗ് ടോപ്പ് ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിനാണ്. അവിടെ നിങ്ങോട്ട് ഓർഡേഴ്സ് വരുന്നത് മിഡിൽ ലെവലിലോട്ട് ഡയറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു അതോറിറ്റി ഫ്ലോയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ടു ഇന്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്ലാൻസ് ആൻഡ് പോളിസീസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഹൈ ഡിഗ്രി ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ്
അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന്റെ വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള പ്ലാൻ ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന പോളിസീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഹൈ ഡിഗ്രി ഓഫ് ഡിസിപ്ലിൻ ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നു. ആൻഡ് ലേ ഡൗൺ റൂൾസ് ടു ബി ഫോളോവഡ് ബൈ സൂപ്പർവൈസറി പേഴ്സൺ. ഓരോ സൂപ്പർവൈസറി പേഴ്സണലും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസേഴ്സും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലാസ്, ഈ ഒരു പോർഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.